യെസ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം എന്നാണ്. ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ അറിയാം, പക്ഷേ അത് എങ്ങനെ സംസാരിക്കണം, അതിന് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അതായത് ഇപ്പം ക്ലാസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, എന്നോട് പറയാറുണ്ട്. അപ്പോൾ നമുക്കത് ഏറ്റവും സിമ്പിളായിട്ട് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒട്ടും അറിയാത്ത ആളുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് നമ്മൾ എല്ലാ റൂൾസും ഒറ്റയടിക്ക് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ. അപ്പോൾ ഞാൻ ഒരു സബ്ജക്റ്റും ഒരു വെർബുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് ഒരു വെർബ്, ഇത് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം സെൻറ്റൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നുണ്ട് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുക എന്നുള്ള വെർബുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഞാൻ ചോദിക്കാറുണ്ട് അല്ലേ. ഐ ആസ്ക്, ഞാനെന്ന് പറയാൻ ഐ ആണ്, ആസ്ക് എന്ന് പറയുന്നത് ചോദിക്കുക എന്നാണ്. അപ്പം ഐ ആസ്ക്, ഞാൻ ചോദിക്കാറുണ്ട്. ഇത് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. അപ്പം ഞാൻ എന്ന ഈ സബ്ജക്റ്റ് നമ്മളൊരു പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ ഏതൊരു പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു വെർബ് യൂസ് ചെയ്യാം. അതായത് വെർബിൻ്റെ V1 ഫോം, നമ്മൾ വെർബിൻ്റെ അത്യാവശ്യം വെർബുകളും അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഈ സബ്ജക്റ്റുകൾ എന്നുള്ളതും ഏതൊക്കെയാണ് സിംഗുലർ എന്നുള്ളതും അതുപോലെ പ്ലൂരൽ ഏതൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക്, അതാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ കുറച്ച് റൂൾസുകളും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഐ ആസ്ക്. ക്ലിയർ ആണല്ലോ. ഇത് വെർബ് മാറി വരുമ്പം നമുക്ക് ആ വെർബിനെ മാറ്റി നിർത്താം. ഇതാണ് V1 ഫോമിൽ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സെൻറ്റൻസ് പറയാം. ഞാൻ ടീച്ചറോട് എപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ ചോദിക്കാറുണ്ട്, ഐ ആസ്ക് ആണ് അല്ലേ. എപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓൾവേസ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഐ ഓൾവേസ് ആസ്ക്, ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് എന്ത്, ഡൗട്ട്സ് ടു ദ ടീച്ചർ, ടീച്ചറോട് അല്ലെ. ഐ ഓൾവേസ് ആസ്ക് ഡൗട്ട്സ് ടു ദ ടീച്ചർ, ഞാൻ എപ്പോഴും ടീച്ചറോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിച്ചു. നെക്സ്റ്റ് എന്താണ്? ഞാൻ ചോദിച്ചു അല്ലെ, പാസ്റ്റ് ആണ്, സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ഞാൻ ചോദിച്ചു, ഞാൻ എന്ന് പറയുന്നത് ഐ ആണെന്നറിയാം. ഐ ആസ്ക്ഡ്, ആസ്കിൻ്റെ V2 ഫോമാണ് ആസ്ക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ആരോടെങ്കിലും ഇങ്ങനൊരു കാര്യം പറയണം, ഞാൻ ചോദിച്ചു എന്ന് പറയണമെങ്കിൽ ഐ ആസ്ക്ഡ്. ഓക്കെ, ഞാൻ അവളോട് ഫോൺ ചോദിച്ചു. നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അവളോട് ഫോൺ ചോദിച്ചു, ഞാൻ അവളോട് കാശ് ചോദിച്ചു, ഞാൻ അവളോട് പേന ചോദിച്ചു, ബാഗ് ചോദിച്ചു, എന്തൊക്കെയോ നമ്മൾ ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ അവളോട് ഫോൺ ചോദിച്ചു. എങ്ങനെ അറിയാം? അപ്പം ഞാൻ ചോദിച്ചു, ഐ ആസ്ക്ഡ് ആണ്. ആരോടാണ് ചോദിച്ചത്? അവളോടാണ്. അപ്പം ഐ ആസ്ക്ഡ് ഹർ. ഇവിടെ ടു ഹർ എന്നൊന്നും പാടില്ല കേട്ടോ. ഐ ആസ്ക്ഡ് ഹർ, ഞാൻ അവളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫോൺ അല്ലേ, ഫോണാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഫോർ ദ ഫോൺ, ഫോർ ദ ഫോൺ, ഫോണ് ചോദിച്ചു എന്നാണ്. അപ്പം ആസ്ക്ഡ് ഹർ ഫോർ ദ ഫോൺ, ഞാൻ അവളോട് ഫോൺ ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിക്കുകയാണ് അല്ലേ, ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് എന്നാണ് പറയുന്നത്, ഞാനാണ് സബ്ജക്റ്റ്. സോ ഐ ആം ആസ്കിങ്. നമുക്കറിയാം ഈസറാം വരുമ്പം അവിടെ വെർബിൻ്റെ കൂടെ NG ഫോം വേണം എന്നറിയാം അല്ലേ. അറിയാത്തവരുണ്ടെങ്കിൽ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇപ്പം ടെൻസസിൻ്റെ ക്ലാസ് വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിലിപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വരെ എത്തിയിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ആ ഒരു വീഡിയോസൊക്കെ കാണുക കേട്ടോ. ടെൻസസ് അറിയാതെ ഒന്നും നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ടെൻസസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, അതൊക്കെ ബേസിക് ആണ്. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്, ഐ ആം ആസ്കിങ്.
ആം ആസ്കിങ്. ഇനി ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഹസ്ബൻഡിനോട് പണം ചോദിക്കുകയാണ്. ഞാൻ ഹസ്ബൻഡിനോട് പണം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് പണം ചോദിക്കുകയാണ്. ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്. ആം ആസ്കിങ്. ആരോടാണ് ചോദിക്കുന്നത്? ഹസ്ബൻഡിനോടാണ്. അപ്പം ആം ആസ്കിങ് ഹസ്ബൻഡ് ഫോർ മണി. ആം ആസ്കിങ് ഹസ്ബൻഡ് ഫോർ മണി. ഞാൻ ഹസ്ബൻഡിനോട് പണം ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഈ ഉണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക. ഐ ഹാവ് വെർബ് എന്തായിരിക്കും? V3 ഫോം ആയിരിക്കും. ഐ ഹാവ് ആസ്ക്ഡ് തന്നെയാണ് V3. അപ്പം ഐ ഹാവ് ആസ്ക്ഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ ലിസയോട് വഴി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നാളെയോ മറ്റന്നാളോ എവിടെയെങ്കിലും പോകണം. അപ്പം അതിന് നമുക്ക് വഴി അറിയില്ല. അപ്പം നമ്മളിങ്ങനെ പറയുകയാണ്, ഞാൻ ലിസയോട് വഴി ചോദിച്ചിട്ടുണ്ട്. അല്ലേ? കുറച്ച് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഐ ഹാവ് ആസ്ക്ഡ്. ആരോടാ ചോദിച്ചത്? ലിസയോടാണ്. അപ്പം എങ്ങനെ പറയാം? ഐ ഹാവ് ആസ്ക്ഡ് ലിസ ഫോർ ഡയറക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഐ ഹാവ് ആസ്ക്ഡ് ലിസ ഫോർ ഡയറക്ഷൻസ്. ഞാൻ ലിസയോട് വഴി ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് ചോദിക്കണം അല്ലേ? അതെനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ചോദിക്കണം എന്നുള്ളത് നമുക്കൊരു നിർബന്ധിത ഘട്ടമാണ്. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാവ് ടു ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഐ ഹാവ് ടു വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ വേർബ് V1 ഫോമിലായിരിക്കണം. അപ്പോൾ ആസ്ക് തന്നെ. എനിക്ക് ചോദിക്കണം. ഐ ഹാവ് ടു ആസ്ക്. എനിക്ക് ചോദിക്കണം. എനിക്ക് ടീച്ചറോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഐ ഹാവ് ടു യൂസ് ചെയ്യാം, വോണ്ട് ടു യൂസ് ചെയ്യാം കേട്ടോ. കുഴപ്പമില്ല. അത് നിർബന്ധിത ഘട്ടമാണെങ്കിൽ, അതായത് ഹാവ് ടു വോണ്ട് ടു ഒന്നും വലിയ വ്യത്യാസമില്ല. പക്ഷെ ഓരോരോ ഗ്രാമറിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഐ വോണ്ട് ടു ആസ്ക് എന്നും പറയാം, ഐ ഹാവ് ടു ആസ്ക് എന്നും പറയാം. അപ്പം നമുക്ക് ഐ ഹാവ് ടു ആസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്റൻസ് പറയാം. എനിക്ക് ടീച്ചറോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, ഐ ഹാവ് ടു ആസ്ക് ദ ടീച്ചർ സം ഡൗട്ട്സ്. എനിക്ക് ടീച്ചറോട് കുറച്ച് സംശയങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇനി ഐ വാണ്ട് ടു യൂസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഐ വാണ്ട് ടു ആസ്ക് ദി ടീച്ചർ സം ഡൗട്ട്സ്. രണ്ടും ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഇനി ഞാൻ ചോദിക്കാം. അപ്പം നമ്മളെന്തെങ്കിലും ഏൽപ്പിച്ചു, അപ്പം നമ്മൾ പറയാറുണ്ട് ഞാൻ ചോദിക്കാം എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ചോദിക്കുകയല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കാം വരാനിരിക്കുന്ന കാര്യമാണ്. ഐ വിൽ ആസ്ക് ഞാൻ ചോദിക്കാം. ഇത് ഐ വിൽ ആസ്ക് അല്ലേ? ഐ വിൽ ആസ്ക് ഞാൻ ചോദിക്കാം. ഇനി ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ ചോദിക്കാം അല്ലേ? ഇപ്പോൾ രാത്രിയായി, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഞാൻ നാളെ രാവിലെ ചോദിക്കാം എന്ന് പറയാറുണ്ട്. ഞാൻ ചോദിക്കാം ഐ വിൽ ആസ്ക് ആണ്. നാളെ രാവിലെ ഐ വിൽ ആസ്ക് ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കുഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? ഐ കുഡ് ആസ്ക്. എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ ഓക്സിലറിയുടെ കൂടെ V1 ഫോം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഐ കുഡ് ആസ്ക്, എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞു. ഇനി ഒരു സെൻറ്റൻസ് നോക്കൂ. എനിക്ക് നേരത്തെ പോയത് കൊണ്ട് ബോസിനോട് സാലറി ചോദിക്കാൻ കഴിഞ്ഞു. നല്ലൊരു സെൻറ്റൻസ് ആണല്ലോ. എങ്ങനെ പറയാ? ഐ ലെഫ്റ്റ് ഏർലി സോ ഐ കുഡ് ആസ്ക് ദ ബോസ് ഫോർ ദ സാലറി. ഓക്കെ, അപ്പോൾ ഐ ലെഫ്റ്റ് ഏർലി. സോ എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ പോയത് കൊണ്ടാണ് നമ്മളിവിടെ സോ യൂസ് ചെയ്തത്, ഒരു കൺജക്ഷൻ. അപ്പം ഐ ലെഫ്റ്റ് ഏർലി സോ ഐ കുഡ് the boss for the salary. Okay, I left early so I could the boss for the salary. എനിക്ക് നേരത്തെ പോയത് കൊണ്ട് ബോസിനോട് സാലറി ചോദിക്കാൻ കഴിഞ്ഞു.
ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റായ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ ആസ്ക് എന്ന് പറയുന്ന വേർബും യൂസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പം ഇതുപോലെ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയെന്ന് നോക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇംഗ്ലീഷ് സംസാരിക്കുന്ന രൂപം കിട്ടും. ഇനി ഈ ഒരു ഐ യൂസ് ചെയ്യുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ദേയും യുവും വിയും ഒന്നിൽ കൂടുതൽ നെയിമുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ കണ്ടിന്യൂസ് ആണെങ്കിൽ, അതായത് ഞാൻ ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആം യൂസ് ചെയ്തതിന് പകരം ബാക്കിയുള്ള പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആറ് ഈസ് അല്ലേ? ആറ് ഈസി എന്നാണ്. അതിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാ സംഭവത്തിലും നമ്മൾ പ്ലൂരലിൻ്റെ കൂടെ നമുക്കിതൊക്കെ ആഡ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഇനി സിംഗുലർ ആണെങ്കിലും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ ഈസി ഉണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ വേറൊരു വേർബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സെൻറ്റൻസ് പറയാം. ഇനി നിങ്ങൾക്ക് സെൻറ്റൻസ് പറയാൻ കഴിയുമെങ്കിൽ അറിയാവുന്ന സെൻറ്റൻസുകൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ എത്തില്ല. അതുപോലെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.